എല്ലാവർക്കും ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു നോൺ വെജ് ഡിഷുമായിട്ടാണ്. ഹൈദരാബാദി ചിക്കൻ. എങ്ങനെയാണ് ഹൈദരാബാദി ചിക്കൻ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഹൈദരാബാദി ചിക്കൻ കറി വീട്ടിലുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ആദ്യം പരിചയപ്പെടാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസ് ആണ്, 1 കിലോയോളം വരും. ഇത് വലിയ ഒരു 1.5 സവോളയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞത്. നാട്ടിലെ സവോളയാണെങ്കിൽ 3-4 വേണ്ടി വരും. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മല്ലി 2 ടീസ്പൂൺ, ജീരകം 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാഷ്യൂ നട്ട് 15 എണ്ണം, ഉണക്ക വറ്റൽമുളക് 7 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് മല്ലി, ജീരകം, കുരുമുളക്, അതുപോലെ എടുത്തു വച്ചിരിക്കുന്ന ഉണക്കമുളക് കൂടി ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ലോ ഫ്ലെയിമിൽ വച്ചിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ, കരിഞ്ഞൊന്നും പോകരുത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പം മണം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് തണുത്ത ശേഷം വേണം നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുവാൻ. ഇപ്പോൾ എല്ലാം നമ്മൾ പൊടിച്ച് മാറ്റി വെക്കും. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നല്ല കട്ട തൈര് ചേർക്കണം. 1 കപ്പോളം കട്ട തൈരാണ് ഞാനിവിടെ ചേർക്കുന്നത്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന 1.5 സവോള അത് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾക്ക് അതുകൂടി ഈ ചിക്കനിനകത്തോട്ട് ചേർക്കണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിൽ ഏറ്റവും വലിയ സ്റ്റെപ്പ് എന്ന് പറയുന്ന സവോള വറുത്തെടുക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം വളരെ ഈസിയാണ് ഉണ്ടാക്കുവാൻ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. ചപ്പാത്തിക്കും ഗീ റൈസിനും ഒക്കെ പറ്റിയൊരു നല്ല കോമ്പിനേഷനാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്ക് വേവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് തുറന്നു നോക്കി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്, ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗരം മസാലയും
കുറച്ച് കൊറിയാൻഡർ ലീവ്സ് കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് കൂടി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഹൈദരാബാദി ചിക്കൻ കറി നമ്മൾക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ഒരു ടേസ്റ്റി റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാനിൻ്റെ കൂടെ റോട്ടി അത് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് കഴിക്കാം. അതുപോലെ തന്നെ റൈസ് ഐറ്റത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്പൈസി ഡിഷാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം ഇതുപോലത്തെ ഒരു നല്ല ഡിഷുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. Thank you for watching my channel and thank you for your support.